CPM നേതാവ് കെ അനിൽകുമാറാണ് കോട്ടയത്ത് നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തിൽ കൂടി ഒന്ന് പോകാം. കാരണം ഈ വിഷയം വളരെ വലിയ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതികരണങ്ങൾ അനിവാര്യമായി വരുന്നുണ്ട്. കെ അനിൽകുമാർ തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിലേക്ക് പോകാം. സർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നോക്കൂ, ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടി വിട്ട് അതൊക്കെ ഒരു വ്യക്തിയുടെ ഏറ്റവും വ്യക്തിപരമായ തീരുമാനമാണ്. അവർക്ക് എന്തുമാകാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷെ അങ്ങനെ ഒരു നിലപാടെടുത്ത് പോകുമ്പോൾ അതുവരെ നിന്നിരുന്ന പാർട്ടി, അതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ പൂർണ്ണമായും അങ്ങ് അപഹസിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനം തുടക്കം മുതൽ തന്നെ ജി സുധാകരൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകന്റെ ജോലി ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ആളെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് മൈക്കും തട്ടിമാറ്റി പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമായ കാര്യമാണ്. എന്താണ് ജി സുധാകരന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അവർക്കെന്തുമാകാം എന്ന് പറയുന്നൊരു പ്രതികരണം ഇപ്പോൾ പറഞ്ഞല്ലോ. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആർക്കും എന്തുമാകാം, എന്ത് നെറുകേടും ചെയ്യാം, സ്വന്തം ഭൂതകാലത്തെ തള്ളിപ്പറയാം. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് വലിയ നേതാവായി തീർന്നത് എങ്ങനെയാണ്? അദ്ദേഹം SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജി ഭുവനേശ്വരനെ കോൺഗ്രസ്സുകാർ അടിച്ചു കൊന്നത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഭുവനേശ്വരൻ്റെ കൊലപാതകം വൈകാരികമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തറച്ച സംഭവമാണ്. കരിമുളക്കിലെ ആ ദീനതയാർന്ന മരണം, വേദനാജനകമായ മരണം, അതേ തുടർന്ന് ആ രക്തസാക്ഷിത്വത്തിൻ്റെ കൂടി ഭാഗമായി ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ആളെന്ന പരിവേഷം കൂടി ഉപയോഗിച്ചാണ് ജി സുധാകർ എന്ന് പറയുന്ന നേതാവ് കേരളമാകെ അറിയപ്പെടുന്ന നേതാവായി മാറുകയും ഏതാണ്ട് 8 തെരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുകയും 4-5 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്തത്. അതിൽ 2 തവണ അദ്ദേഹം മന്ത്രിയായി മാറി. പിന്നീട് പാർട്ടിയുടെ തീരുമാനമെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ആളുകൾ വരിക സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ വ്യാമോഹത്തിനു വേണ്ടി പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു, തൻ്റെ അനിയനെ തള്ളിപ്പറഞ്ഞു, രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം ചെന്നുവിട്ട സങ്കേതം തൃപ്തരല്ല. കോൺഗ്രസും BJP അടങ്ങുന്ന കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ഒരു കോടാലിക്കൈയായിട്ടാണ് ഇപ്പോൾ സുധാകരൻ മാറിയത്. അവിടെ ഒരു പാളയത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണ്ടേ? പക്ഷെ അവരെ തൃപ്തിപ്പെടുത്താൻ CPMൻ്റെ ചങ്കത്ത് കയറുക എന്ന് പറയുന്നത് സുധാകരൻ അധികകാലം കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ അതിര് കടന്നു. ഇവിടെ പോയി ഇവിടെ കൈരളി ലേഖകൻ തന്നെ പറഞ്ഞത് കൂടിപ്പോയെന്നാണ്. ഞാൻ കൂടിപ്പോയെന്ന് വാക്കല്ല ഉപയോഗിക്കുക. ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാം. പക്ഷേ ഷാജഹാൻ എന്ന് പറയുന്നത് വളരെ സീനിയറായ മാധ്യമപ്രവർത്തകനാണ്. ഒരുപക്ഷെ ജി സുധാകരൻ ഏറ്റവും കവർ ചെയ്തിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരിക്കും. അപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ജി സുധാകരൻ തൻ്റെ വാർത്തകൾ എത്തിക്കാൻ വേണ്ടി പൊന്നോമനയെ പോലെ കരുതിയിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കെട്ട രാഷ്ട്രീയത്തിനോടൊപ്പം വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം പോകുന്നില്ല. അല്ലെങ്കിൽ അതിനെ തുറന്നു കാട്ടുന്ന തരത്തിൽ ഒരു ബലൂണിൽ സൂചി കൊണ്ട് ഒന്ന് കുത്തിക്കഴിയുമ്പോൾ കാറ്റ് പോകുമല്ലോ. കൈരളി ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലരുടെ കാറ്റ് പോകുന്നതുകൊണ്ടാണ് കൈരളിക്ക് നേരെ കുരച്ച് ചാടുന്നത്. അത് മുഖ്യമന്ത്രി മുതൽ ഇപ്പോൾ അങ്ങേയറ്റത്ത് സുധാകരൻ വരെയുള്ളവർ കൈരളിയെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ ചോദ്യങ്ങളുടെ കൂർപ്പാണ്. ആ ചോദ്യങ്ങളുടെ കരുത്താണ് പ്രധാനം. വ്യക്തമല്ലേ? ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉത്തരം പറയേണ്ട കാര്യങ്ങളില്ലേ? അവിടെ ആളുകൾ ചോദിച്ചല്ലോ, സാർ എന്ന് വിളിപ്പിക്കുകയാണ്. ഇതൊക്കെ ജി സുധാകരനെ ഇപ്പോഴല്ലല്ലോ നമ്മൾക്ക് പരിചയം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് എല്ലാവരും ഉൾക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെയും ഉൾക്കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്ത് ജി സുധാകരൻ എന്തോ പ്രത്യേകമായൊരു ത്യാഗം ചെയ്തു എന്നൊരു ധാരണയൊന്നും ആർക്കും വേണ്ട. പുന്നപ്രയുടെ മണ്ണ് ഒറ്റുകാരെ പലരും കണ്ടിട്ടുണ്ട്. അതിപ്പോഴല്ല. CP രാമസ്വാമിയുടെ പട്ടാളം വന്നപ്പോൾ പുന്നപ്രയും വയലാറും ഉണ്ടാകുമ്പോൾ ആ പട്ടാളക്കാർക്ക് കടന്നാക്രമിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ, സാധാരണ മനുഷ്യരെ കൊല്ലാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒറ്റുകാരുണ്ട്. അമ്പലപ്പുഴയുടെ മണ്ണിന് ഈ ഒറ്റുകാരെ കണ്ടുപരിചയമുണ്ട്, അവരെ തകർത്ത് പരിചയമുണ്ട്. അവരെ കൂടെ മറികടന്നാലേ വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് അറിയാവുന്നൊരു സങ്കേതമുണ്ട്.
ജി സുധാകരൻ അദ്ദേഹത്തിന് മുന്നിൽ വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. പാർട്ടിയുടെ രഹസ്യങ്ങളൊന്നും നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ജി സുധാകരൻ്റെ പേരിൽ എന്തിനാണ് നടപടിയെടുത്തത്? എന്തായിരുന്നു യാഥാർത്ഥ്യം? അവിടെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം എങ്ങനെ അവിടെ ഇടപെട്ടു? ആലപ്പുഴ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്. തോമസ് ഐസക്കിനെ പോലുള്ള സഖാക്കൾ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടർ മത്സരം ഉപേക്ഷിച്ച് മാറി നിൽക്കുകയും ജി സുധാകരൻ ആ മത്സരരംഗത്ത് എങ്ങനെ പാർട്ടിക്ക് അനുകൂലമല്ലാത്ത നിലപാടാണ് അന്ന് സ്വീകരിച്ചു എന്നതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവിടെ തന്നെ വ്യത്യസ്ത അനുഭവം ഉണ്ടല്ലോ. നാട്ടുകാർ കണ്ണ് തുറന്ന് കാണാവുന്ന അനുഭവം ഉണ്ടല്ലോ. അതല്ലേ കമ്മീഷൻ വെക്കേണ്ടി വന്നത്. കമ്മീഷൻ റിപ്പോർട്ടൊന്ന് പുറത്തു വിട്ടാലോ? പാർട്ടിക്ക് അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. പക്ഷേ സുധാകരൻ ആരാണെന്ന് തുറന്നു കാട്ടപ്പെടുന്നത് അതിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും സുധാകരൻ ഇപ്പം ചെയ്ത് വളരെ ഗുരുതരമായ പെശകാണ്. BJP-യുടെ പിന്തുണയോടെ ജയിച്ചിട്ട് മലപ്പുറത്ത് പോയിട്ട് കൊടപ്പനക്കുത്തി ചെന്നിട്ട് നിങ്ങളുടെ പിന്തുണയോടെയാണ് MLA ആയത് എന്ന് പറയുന്നതിന് മടിയില്ല അദ്ദേഹത്തിന്. ഒരേ സമയം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJP-യുടെയും പിന്തുണ ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ആഖ്യാനത്തിൽ കിട്ടുകയാണ്. എന്നിട്ട് നിയമസഭയിൽ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ മാനിഫെസ്റ്റോ പഠിപ്പിക്കുകയാണ്. കാരൽ മാർക്സ് നേരിട്ട് കണ്ടുപിടിച്ച ആളാണോ സുധാകരൻ? സുധാകരനെ പോലെ അവസരവാദികൾ, സുധാകരനെ പോലെ പാർലമെൻ്ററി വ്യാമോഹം മാത്രമല്ല സ്ഥാനമോഹം. ഒരു പാർലമെൻ്ററി വ്യാമോഹം ഒരു സ്ഥാനത്ത് കയറിയിരിക്കുമ്പോഴുള്ള അതിനുവേണ്ടിയുള്ള മോഹമല്ലേ? ഇതത് മാത്രമാണോ? അദ്ദേഹത്തോട് ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അധികാര ദുഷ്പ്രഭുത്വത്തിൻ്റെ എത്രയോ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട് എന്ന് എത്രയോ അനുഭവം വ്യക്തിപരമായി ഉള്ളവരുണ്ട്. അന്വേഷിച്ച് നോക്കൂ. കുട്ടനാട് MLA-ക്ക് മനസ്സിലായില്ലേ ആരാണ്? പക്ഷെ കുട്ടനാട് MLA രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ഈ സുധാകരൻ്റെ നാക്കവിടെ പോയി. സുധാകരൻ വാലും ചുരുട്ടി ഓടിയല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേലെ കയറുന്ന പോലെ കോൺഗ്രസിനകത്തോ UDF-നകത്തോ നടക്കില്ല, തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയാൻ കാരണം കുറേ മാധ്യമങ്ങളിങ്ങനെ ഈ സുധാകരൻ്റെ കൂടെ സതീശൻ്റെ കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരുടെ നഗ്നതയ്ക്ക് പട്ടുടയാട് ഉടുപ്പിച്ച് കുറേ മാധ്യമങ്ങൾ നിൽപ്പുണ്ട്. വിഴിഞ്ഞത്ത് കട്ടാലും കുഴപ്പമില്ല, CPM-ൽ തർക്കമാണെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ കേരളത്തിൽ അദാനിയെ പൊതിഞ്ഞ് നിൽക്കുകയാണ്, സതീശനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമദാസ്യവേലയ്ക്ക് മുമ്പിൽ സുധാകരനെ പോലുള്ള തകരകൾ താൽക്കാലികമായി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടാൽ ഇതാണ് കേരളത്തിൻ്റെ വരാൻ പോകുന്ന കേരളത്തിൻ്റെ പ്രകൃതമെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഇതൊക്കെ താൽക്കാലികമാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാക്കി വെച്ച ഒരു വെറും തകര മാത്രമാണ് സുധാകരൻ.